എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ചെറിയ ബേബി ഫ്രോക്കാണ് തയ്ക്കാൻ പോകുന്നത്. ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ബേബി ഫ്രോക്കാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഞാൻ 2 മടക്കാക്കിയിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ നീളം നമ്മളെടുക്കുന്നത് 15 ഇഞ്ചാണ്. ഇനി വീതി എടുക്കുന്നത് ഈ തലക്കിൽ നിന്ന് വേണം നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ 24 ഇഞ്ച് വീതിയാണ് എടുക്കുന്നത്. നമ്മൾ 2ആക്കി മടക്കിയിട്ടതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്ത് 2 പീസിന് സെപ്പറേറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു പീസാണ് ആവശ്യമുള്ളത്. ഈ പീസിൻ്റെ നീളം നമ്മൾ എടുത്തിട്ടുള്ളത് 6 ഇഞ്ചാണ്. അതുപോലെ തന്നെ വീതി എടുത്തിട്ടുള്ളത് 10 ഇഞ്ചാണ്. ഇനി നമ്മൾ ആദ്യം വെട്ടി വെച്ചിട്ടുള്ളത് ഒരു പീസ് എടുക്കുക. ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ചീത്ത ഭാഗം ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ അരികു വശം നമ്മൾ ഇതുപോലെ 1/4 ഇഞ്ച് മടക്കി താഴ്ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്നും 3 ഇഞ്ച് താഴോട്ടൊരു മാർക്കിങ് കൊടുക്കാം. ഈ മാർക്കിങ് താഴെ വരെ നമുക്ക് വരച്ചെടുക്കാം. ഇനി ഇതാ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് വേണം മടക്ക് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ അങ്ങ് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനലിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലീവ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഫ്രോക്ക് ചെയ്തിട്ടുണ്ട്, ഹെയർ ബോസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടെ പോയി ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കണ്ടുപിടിക്കണം. അതായത് 3 ഇഞ്ചാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി വരുമ്പോൾ 1.5 വരും. അവിടെ നമുക്ക് ഇതുപോലൊരു മാർക്കിങ് കൊടുക്കാം. ഈ മാർക്കിങ് നമ്മൾ താഴ്ഭാഗം വരെ മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴ്ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം.
ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്ലോത്തും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നമ്മുടെ ഒന്നാമത്തെ ക്ലോത്താണ്. രണ്ടാമത്തെ ക്ലോത്തും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൂടെ ഇലാസ്റ്റിക്കിനെ കടത്താണ് വേണ്ടത്. ഞാൻ എടുത്തിട്ടുള്ളത് 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ്. ഈ ഇലാസ്റ്റിക്കിൻ്റെ നീളം എടുത്തിട്ടുള്ളത് 18 ഇഞ്ചാണ്. ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ നടുമടക്കി കൊടുക്കാം. നടുമടക്കിയതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം നമുക്ക് 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ഒരെണ്ണത്തിന്മേ ഇതുപോലെ പിൻ കുത്തിയെടുത്ത് നമ്മുടെ ഈ ഒരു പീസ് എടുത്ത് അതിൻ്റെ അകത്തൂടെ നമുക്കൊന്ന് കടത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ നമ്മൾ എലാസ്റ്റിക് അകത്തേക്ക് ആക്കിയതിന് ശേഷം ഇവിടെ ഒരു സ്റ്റിച്ച് ഇതുപോലെ കൊടുക്കാം. ഇനി ഞൊറിവുകൾ ഏകദേശം ഒരേപോലെ ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ചെയ്തെടുത്ത പോലെ തന്നെ അടുത്ത തുണിയിലും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. 2 തുണിയും നമ്മൾ ഇതുപോലെ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെട്ടി വെച്ചിട്ടുള്ള ഈ ഒരു പീസിന് അത് 6 ഇഞ്ചാണല്ലോ നമ്മൾ താഴേക്കുള്ള നീളം എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ പകുതി, അതായത് 3 ഇഞ്ചിൽ നമുക്ക് ഇതുപോലെ ഒരു മാർക്കിങ് കൊടുക്കാം. ഇനി ഈ മാർക്കിങ് നമുക്ക് ഇതിൽ താഴ്ഭാഗം വരെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഈ മാർക്കിങ്ങിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്നും ഒരു പീസ് എടുത്തതിന് ശേഷം ഇതുപോലെ മടക്കി അരികിലൂടെ ഒരു സ്റ്റിച്ച് താഴ്ഭാഗം വരെ കൊടുക്കാം. അടുത്ത ക്ലോത്തും ഇതുപോലെ തന്നെ മടക്കി തയ്ച്ചെടുക്കാം. ഇനി ഇത് രണ്ടും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ക്ലോത്തിനെ മറിച്ചെടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത ക്ലോത്ത് നമ്മൾ മറിച്ചെടുക്കണം. ഇപ്പോൾ 2 ക്ലോത്തും മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികുവശം ഇതുപോലെ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്ച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പീസിൻ്റെ ഈ ഭാഗത്തെ വീതി ഉണ്ടല്ലോ, ഈ വീതിൻ്റെ പകുതി, അതായത് സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാം.
ഇനി സെൻറ്റർ ഭാഗത്ത് നിന്നും ഒരു 2.5 ഇഞ്ച് രണ്ട് സൈഡിലോട്ടുമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്ച്ച് വെച്ചിട്ടുള്ള ഈ ഒരു സ്ട്രിപ്പിനെ ഇതുപോലെ താഴ്ഭാഗം ഒന്ന് മടക്കി ഇതുപോലെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഭാഗത്തും ഇതുപോലെ തന്നെ നമുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഭാഗം ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഇതേ അളവിൽ തന്നെ ഈ സ്ട്രാപ്പ് വെച്ച് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമുക്ക് ഓരോ വള്ളിയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് ഈ സൈഡ് ഭാഗം നമുക്ക് ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതിലൂടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം. അടുത്ത സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്